ഇന്നലെ ഞാൻ വളരെയധികം തിരക്കിലായതുകൊണ്ട് ഒരു വീഡിയോൻ്റെ മുകളിൽ പരിപാടികൾ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഫ്രീ ആയപ്പോഴാണ് നോക്കുമ്പോൾ നമ്മുടെ ബാല എലിസബത്തിനെതിരെ, ബാലയല്ല ഇതിൽ കോകില, ബാലയുടെ വൈഫ് എലിസബത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി സോഷ്യൽ മീഡിയയിൽ ഹരാസ് ചെയ്യുന്നു, ബുള്ളി ചെയ്യുന്നു. പിന്നെ ചെകുത്താൻ്റെ പേരിലും കേസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി ഇനി എത്ര പേരിൽ എങ്ങനെ വീഡിയോ ചെയ്തവർക്കെതിരുണ്ടോ, യൂട്യൂബ് ചാനൽസിനെതിരുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഇതാണെങ്കിൽ നമുക്ക് പോയി നോക്കാം എന്താണ് വിഷയം എന്നുള്ളത്. ആൻഡ് എലിസബത്ത് ഈ ഒരു കേസ് വരുന്നതിന് മുമ്പിട്ടൊരു വീഡിയോ, പ്ലസ് എലിസബത്ത് ഈ കേസ് വന്നു എന്നുള്ളത് മീഡിയയിൽ കണ്ടതിന് ശേഷമുള്ള വീഡിയോ, ഇവർ മീഡിയനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് കേസ് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ. റിയൽ ട്രൂത്ത് ബൈ കോകില ഫോർ എലിസബത്ത് ചേച്ചി. എലിസബത്ത് ചേച്ചി എന്തിനാണോ എലിസബത്ത് ചേച്ചി കുറ്റം പറയാനാണ്. ഇതിനു മുമ്പ് അവളെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പത്തെ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്തിനാണാവോ? ചിലപ്പോൾ സർക്കാസ്റ്റിക് ആയിരിക്കും, അറിയില്ല. എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ആക്ച്വലി പണ്ട് കുറച്ച് കാലം എന്നെ കൊണ്ട് പല കാര്യത്തിനെ പറ്റിയിട്ട്, അമൃതനെ പറ്റിയിട്ട്, പാപ്പുവിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഗോപി സുന്ദറിനെ പറ്റിയിട്ട്, പിന്നെ ഇയാളുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഇയാൾ നടത്തിയായിരുന്നു. ഇയാൾ നടത്തുകയാണോ ഇയാളുടെ ഫ്രണ്ട് നടത്തുകയാണോ, ഇയാൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കലൂരിലായിരുന്നു, ഇപ്പോൾ സ്ഥലം മാറിയോന്നറിയില്ല. അപ്പോൾ ആ ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെ കൊണ്ട് അവരെ ചീത്ത വിളിക്കുക, അവരെന്നെ പറ്റിച്ചു, നീ എന്തൊട്ട് ഭാര്യയാണ്, നീ അവരെ അങ്ങനെ പറഞ്ഞ് മീഡിയയിൽ വന്നിട്ട് പറ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പിന്നെന്ന് അവസാനം ഒന്നും പറ്റാണ്ടാവുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആക്ടറിന്റെ ഇഷ്യൂവില് നീ പറ ഇനി എന്ത് ഭാര്യയാണ്. അതുപോലെ ഗൺ കേസിൽ ഇന്നേം കൂടി മോളത്തെ റൂമില് ചെകുത്താന്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു. അപ്പോഴും പറയണവരിത് നീ എന്ത് ഭാര്യയാണ്, ഒപ്പം നിൽക്കാത്ത ഭാര്യ. സോ ഇത് എല്ലാ കള്ളത്തരങ്ങൾക്കും ഒപ്പം നിൽക്കണ ഭാര്യയാണ്. ഇനിയും അങ്ങനെ കുറെ ഇതില് ഒക്കെ ഒപ്പം നിന്ന് നീ അവിടെ വെറുതെ ഇരുന്നാൽ മതി. ഇതിന്റെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ കല്യാണം, ആ വ്യക്തിയുടെ ഈ കല്യാണം, പേഴ്സണൽ ലൈഫ്, ഈ പറഞ്ഞ റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ലൂപ്പിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഒരുപാട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് എലിസബത്തിനപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് രസം. ഇവിടെ വ്യൂവർഷിപ്പിലുള്ള ആളുകൾ എലിസബത്തിനെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഈ വ്യക്തി ചെയ്യുമ്പോൾ അതിൽ എലിസബത്ത് വന്ന് നിൽക്കുന്നയോ സമയത്ത് എലിസബത്തിൻ്റെ ഫേസ് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിടിച്ചു നിർത്തി ചെയ്യിക്കുന്നതാന്നുള്ളത്. അതുപോലത്തെ ഒരു ലൂപ്പിലേക്ക് ഇപ്പോഴുള്ള വൈഫിനെ കൊണ്ടുവന്നിരുത്തി ഒരു വീഡിയോ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ തംബ്നെയിലും അതിൻ്റെ ടൈറ്റിലും ആ എൻ്റയർ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എലിസബത്തിന് തന്നെ തോന്നുന്നുണ്ട് സംഗതികൾക്കൊന്നും മാറ്റമൊന്നുമില്ല. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾക്കും ആ വ്യക്തി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു തരം ഫോർമുല ഉണ്ട്, അതിനും ഒരു മാറ്റവും ഇല്ല. ആൾ മാറി. ആദ്യം എലിസബത്ത് ആയിരുന്നു, ഇന്ന് വേറൊരു ലേഡി. ഇതിനു മുമ്പ് വേറെ ലേഡി ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലുള്ള ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഫോർമുല ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എലിസബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഫോർമുല ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഇപ്പോഴുള്ള വൈഫിലേക്ക് എത്തുന്നു. ഹൂ നോസ് ഇതൊരു അടുത്ത എന്താ പറയുക ഏത് ചാപ്റ്ററിൽ പോയി നിൽക്കുന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ബട്ട് ഇത് കാണുന്ന ഇവർക്കിത് ഭയങ്കരമായിട്ട് ഹോണ്ടിങ് ആയിരിക്കും. കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച അതേ സിറ്റുവേഷൻ പോലെയാണോ ഇനി ഈ ലേഡി വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇവർ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുന്ന് ഇരുത്തിയതാണോ എന്നറിയില്ല. ഫൈൻ. അത് കണ്ടപ്പോൾ പിന്നെ ഓബിയസ്ലി ഈ ഒരു റിയാക്ഷനെ നമുക്ക് എലിസബത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. മനസ്സിലുള്ളത് ക്ലീനാ സൊല്ലുമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് അവിടുന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് പോകണമെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇടയ്ക്ക് ആ വീഡിയോ ഇത് കേട്ടിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്കത് പേഴ്സണലി കിട്ടി, നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബാക്കി കൂടി കാണാം. എൻ്റെ കല്യാണം 2019 മെയ്യിൽ നടന്നതാണ്. 3 ആഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. പിന്നെ അതിൻ്റെ ഡിവോഴ്സ് കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഡിവോഴ്സ് ഓക്കെ, അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറിനെയാണ് ഞങ്ങൾ M4 മാരിന്ന് ആണ് കണ്ടുമുട്ടിയത്. ഓക്കെ, 3 ആഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഒരു റിലേഷനിൽ.
പിന്നെ ഡിവേഴ്സ് കുറച്ച് വൈകിയായിരുന്നു. ആക്ച്വലി ഇന്നെ ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത്, ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ്. ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും. അതിലെനിക്ക് ഒരു മടിയില്ല. ഓക്കെ. എലിസബത്തിനെ എപ്പോഴും പേടിപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എലിസബത്തിനെ എപ്പോഴും ത്രെട്ടൻ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ പാസ്റ്റ് ആണ്. ആ പാസ്റ്റിനകത്ത് തന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ടുണ്ടായ ഡിവോഴ്സ്, അതിൻ്റെ റീസണൊക്കെ വേറെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള രീതിക്കായിരിക്കണം ഇത്രയും കാലം എലിസബത്തിനെ പേടിപ്പിച്ച് നിർത്തിയത്. അപ്പോൾ ഇത് എലിസബത്തിനെ ബ്രേക്ക് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ ഒരു വിഷയവും ഇല്ല, സംഭവിച്ചത് സംഭവിച്ചു. ഇതിനിപ്പോൾ ആരും അറിയാതിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് നിങ്ങളാണ് എന്നോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞത്. ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്നെ കൂടുതൽ പ്രസ് ചെയ്തത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഒരു സ്റ്റേജ് ആകുമ്പോൾ എന്നെ അതേ സാധനം വെച്ച് തിരിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാനിത് പബ്ലിക്കിനോട് വിളിച്ച് പറയുകയാണ്. ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് കല്യാണം കഴിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം ഒപ്പം താമസിച്ച് പിന്നെ വേർപിരിഞ്ഞു പോയ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഈ ലേഡിയെ കൊണ്ട്, അതായത് എലിസബത്തിനെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ. അത് പറഞ്ഞ് പറയിപ്പിക്കുന്നതാവാം, സ്വമേധയെ പറയുന്നതാവാം, എന്താണെങ്കിലും അങ്ങനൊരു വേർഷൻ ആ വ്യക്തി വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാം. അല്ലാതെ ഇത് ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ വരും, അല്ലെങ്കിൽ നീ അങ്ങനെ അവരോട് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇവർ പേടിച്ചിട്ടുണ്ട്, ഇവർ മിണ്ടാതിരുന്നിട്ടുണ്ട്, പല കാര്യങ്ങളിൽ നിന്നും വിഡ്രോ അടിച്ചിട്ടുണ്ട്. ബട്ട് നോട്ട് എനി മോർ. ഇവർ പറഞ്ഞ സംഭവമാണ് 15 വർഷത്തെ എൻ്റെ മരുന്ന് കുടി. എന്ത് മരുന്നാണ് ഞാൻ 15 വർഷമായിട്ട് കഴിക്കണേ? എനിക്കിപ്പോൾ 30 എന്ന് പറയാൻ പറ്റില്ല. സെപ്റ്റംബർ 8 എനിക്ക് 31 വയസ്സാവും. സോ ഏകദേശം നമ്മൾ 15 വയസ്സ് ബാക്കിക്ക് പോവുകയാണെങ്കിൽ ഞാൻ 15 വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ. എന്ത് മരുന്നാണ് കഴിക്കണേ? 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി. ഞാൻ 15 വർഷമായിട്ട് ഇപ്പോൾ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, വയറ് വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും, വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന്. അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് 15 വർഷമായിട്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരില്ലേ 15 വർഷമായിട്ട്. ഞാൻ ഇപ്പം അടുത്താണ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കണേ. 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചതെന്ന്, അതായത് നമ്മൾ വീഡിയോയിൽ ഒരാളിനെ നിന്റെ എന്നിട്ടാണ് ഡ്രാമ മൊത്തം പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ. അപ്പം എന്ത് മരുന്നാണ് കഴിക്കണേന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കണം. ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഇങ്ങനത്തെ ഓപ്പൺ പോസ്റ്റുകൾ കാണുമ്പോൾ ഒരു കാര്യം എനിക്കിതൊന്ന് മനസ്സിലായത്, എലിസബത്ത് പല കാര്യം എന്നല്ല പറഞ്ഞതിലൊരു 99% കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ട്. ചില കാര്യങ്ങളിൽ, ചിലതല്ല, ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന അലിഗേഷൻസ് ആർ ലൈക്ക് സൊസൈറ്റിയുടെ മുന്നിൽ കണ്ടോ അവള് ഭ്രാന്തിയാണ്, കണ്ടോ അവളുടെ പാസ്റ്റ് മറ്റേ ചെക്കനെ തേച്ചിട്ട് പോയതാണ്, അങ്ങനെ ഒരുമാതിരി ആളെ കണ്ട് ഷെയിമാക്കുന്ന രീതിയിലുള്ളൊരു സാധനം, ആളുകളുടെ മുന്നിലേക്ക് ഒരാളെ ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ളൊരു സാധനത്തിൻ്റെ ഒരു ടോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, ഇതിൽ എലിസബത്ത് ഡെഫിനറ്റ്ലി തുറന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺടിൽ അൺലെസ് പ്രൂഫ് കാണാതെയോ അല്ലെങ്കിൽ പ്രൂഫ് അവർ കൊടുക്കാതെയോ അല്ലെങ്കിൽ ഒരു കേസ് പോലും കൊടുക്കാതെ 100% ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എനിക്കെന്തായാലും പറ്റില്ല. ബിക്കോസ് നമ്മളെപ്പോഴും എന്താണ് ഒരു ഹോപ്പാണ്. കാരണം ഇങ്ങനെ ഒരു ലേഡി ഇത്രത്തോളം എന്താ പറയുക മോശം അവസ്ഥയിൽ അവർക്ക് സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നു. ഇന്നലെ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ കമ്മീഷൻ ഓഫീസ് പോയ ഉടനെ തന്നെ എല്ലാ മീഡിയാസും അവിടെ കയറി വന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഷൂസ് അതൊരു പ്ലാൻഡ് സാധനമാണ്. കാരണം അത്രയും മീഡിയ പബ്ലിസിറ്റി അതിന് കിട്ടണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. അവർ ആ മീഡിയനെ അറിയിച്ചിട്ട് തന്നെ ആയിരിക്കും അവിടെ. അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് പോയി വരുന്ന ആളുകൾക്ക് ചുമ്മാ കേസ് കൊടുത്തിട്ട് പോരാൻ പറ്റുന്ന സീനേ ഉള്ളൂ. ഞാൻ ഈ വ്യക്തി തന്നെ ഒരു വട്ടം പറയണ്ടായിരുന്നു, ഞാൻ ഫാമിലി ജീവിതം തുടങ്ങി, ഇനി എനിക്ക് മീഡിയ വേണ്ട, ഇനി ഇൻ്റർവ്യൂ വേണ്ട, എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല എന്നുള്ളത്. ആ ഒരു സെയിം ലൈനോടെ ക്യാരി ചെയ്യായിരുന്നു. ഓക്കെ, അതതിനല്ല. അപ്പം മീഡിയ സ്റ്റണ്ട് വേണം, അവിടെ 10 മീഡിയാസ് വേണം, അവിടെ വക്കീൽ സംസാരിക്കണം, വൈഫ് സംസാരിക്കണം, ഞാൻ സംസാരിക്കണം എന്നുള്ളൊരു മൂഡിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാൾക്കതൊരു പബ്ലിക് സ്റ്റണ്ടാണ്. ഓക്കെ, പബ്ലിക്കിനെ കാണിച്ചിട്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ള വാശിക്ക് ചെയ്തതാണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പുറത്തെ സൈഡിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ ഈ വ്യക്തിക്ക്, വേറെ ആരും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ആര് ഹെൽപ്പ് ചെയ്യാൻ പോയാലും ഇവർ ആ മറ്റേ മൂഡിലാണ്. ഞാൻ ഇടാനുള്ളത് ഞാൻ കംപ്ലീറ്റ്ലി ഇടും, കേസ് ആവുകയാണെങ്കിൽ
സ്വമേധ ആർക്കെങ്കിലും കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കേസ് എടുക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് കേസ് കൊടുക്കുമ്പോൾ ഇത് കേസ് വിളിക്കൂലോ, അപ്പം പറയാലോ എന്നുള്ള വഴിക്കായിരിക്കണം എനിക്ക് തോന്നുന്നത് അവിടെ ഇവർ ഈ ചിന്തിച്ചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. Cheater Elizabeth family, because of you, a whole doctor family destroyed. We have all evidences. Kalur, come to Kalur, talk about the real truth, Dr. Elizabeth. എല്ലാ പ്രൂഫ് ഉണ്ടെങ്കിൽ പോയി, ഇതന്നെയല്ലേ നിങ്ങളെ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞത്. എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസിലുണ്ട്. ഇതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാനിത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും അതുപോലെ തന്നെ ഇന്നെ വേറെ ആളുടെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന സെർവൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ 3 ദിവസം കണ്ടിന്യൂസ്ലി സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. പക്ഷെ അന്ന് ഈ 2 പോലീസുകാരും പറഞ്ഞത് നിങ്ങളുടെ മോളിനെ വേഗം കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അയാൾ അന്ന് അവിടെ ചെന്നൈയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത്, നീ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ വെട്ടിയിട്ട് ഇതാക്കും, നീ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തതിനെ നിനക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ നോക്കണോ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ രാജ്യമാണ് ചെന്നൈയിൽ നിന്നും, ചെന്നൈ രാജ്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ പുള്ളി എൻ്റെ രാജ്യമാണ് ചെന്നൈ, ഇവിടെ വന്നിട്ട് നിനക്കൊരു കേസ് കൊടുക്കാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടായ എന്നൊക്കെ ചോദിച്ചൊരു ഭീഷണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഇടയ്ക്ക് ചിരിച്ചെന്താ പറയുക, ഈ രാജ്യം എന്നുള്ള സാധനം എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ഈ വ്യക്തിയുടെ ലൈഫിൽ. പൊന്നിയൻ സെൽവമൊക്കെ ഇറങ്ങിയ ഒരു ടൈമിൽ ഞാൻ ഒരു വട്ടം ഇങ്ങനെ വീട്ടിൽ കാണാൻ പോയ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് രാജ രാജ വാഴുക ചോള രാജ വാഴുക എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ മൈൻഡിൽ മൂപ്പര് രാജാവന്നെയാണ് തോന്നുന്നുണ്ട്. വാതിലൊക്കെ തുറന്നു വരുമ്പോൾ അങ്ങനെ രാജാക്കന്മാർ വരണോ അതിലിങ്ങനെ വന്നിട്ട് ഇരിക്കും. മനസ്സിലായ? അങ്ങനെ സ്വയം രാജാവാണെന്ന് ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് അല്ലടേ ഒന്ന് ആലോചിച്ച് നോക്ക്. ചെന്നൈ എന്നല്ല, അയാൾ നിൽക്കുന്ന ഏതൊരു സ്ഥലവും അയാളുടെ സ്വന്തം രാജ്യമാണെന്നുള്ള രീതിക്ക്, ഞാൻ രാജാവെന്നുള്ള രീതിക്കുള്ള ഫീൽ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെന്നൈ രാജ്യം എന്താ രാജ ആ ഫീലായിരിക്കാണ്, പറയാൻ പറ്റൂല. ഇപ്പം എന്താണെങ്കിലും ഇനി ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഇവരുടെ എന്താ പറയുക ഒരു സെറ്റപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, വെയർ ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പാണ്, ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിനകത്തേക്ക് പലരും വന്നു പോകുന്നുണ്ട്, പല രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇയാൾ, അല്ലെങ്കിൽ ഭാഗമായിട്ടാണോ ഇയാളവിടെ പോകുന്നത്, ഇയാളുടെ ഒപ്പമുള്ള വേറൊരു വ്യക്തി അതിന് കൂട്ടുപിടിക്കുന്നുണ്ടോ, കുടപിടിക്കുന്നുണ്ടോ എന്നുള്ള കുറേ ഡൗട്ട്സ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹണിമൂണിന് പോയ സമയത്ത് ഇവർ നേരിടേണ്ടി വന്ന വളരെ മോശമായിട്ട് വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരിന്ന് എച്ചിൽ തീറ്റിക്കേണ്ട രീതിയിലുള്ളൊരവസ്ഥ ചെയ്തു വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനത് പ്ലേ ചെയ്യുന്നില്ല, ഞാൻ കേൾക്കുമ്പോൾ ഒരു വട്ടം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ കേട്ടു. ഇപ്പോൾ ഞാൻ വെച്ചിന് രണ്ടാമത് നിങ്ങൾ അവിടെ പോയി കേൾക്കണം താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കേട്ടാൽ മതി. നമുക്ക് പെട്ടെന്ന് ഇവിടെ എന്താണ് ഇവർ ഇന്നലെ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇവർ അഡ്രസ്സ് ചെയ്തത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ഒരു 2 weeks 1 month ആക്കിയിട്ട് ഡെയിലി വീഡിയോസ് ഡെയിലി അതെടുത്തിട്ട് யூடியூபர்ஸ் எல்லாம் தேவையில்லாதது அசிங்கமா எடி வாடி என்னது மரியாதை இல்லாமல் ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்போல்லாம் எல்லாம் ஸ்டார்ட் பண்ணி இல்லை ஃபേക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ എല്ലാവരും ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിപ്പോൾ സത്യമായില്ലേ. ഞാൻ എന്താ പറഞ്ഞത്, ഇത് ഒരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ பேச முடியாத കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? இதெல்லாம் எப்படி അത് കണ്ടായിരുന്നല്ലോ. ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിരിക്കേ, അതുകൊണ്ട് ഇപ്പോൾ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ പേശിച്ചു. ഓക്കെ, അപ്പോൾ കേസ് കൊടുത്ത് വന്നതിന് ശേഷമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ ഒരു സെറ്റപ്പ് തന്നെ നിങ്ങൾ നോക്കണം. ഫ്രണ്ടിലെ ലേഡി അവരാണ് കേസ് കൊടുത്തത്, അപ്പോൾ അവരുടെ മുന്നിൽ ഒന്ന് സംസാരിക്കുന്നു. ഇത്രയും ദിവസമായിട്ട് ഈ വീഡിയോസൊക്കെ എലിസബത്ത് ചെയ്യുന്നുണ്ട്. പലരും എന്നെപ്പോലുള്ളവരൊക്കെ എടുത്തിട്ട് അത് നമ്മുടെ ഒപ്പീനിയൻ പ്ലേസ് ചെയ്ത് വിടുന്നുണ്ട്. പലരും മാന്യതയുടെ ഒരു ലൈന് വിട്ടുപോകുന്നുണ്ട്. പലരും വളരെ മാന്യമായിട്ട് പറയുന്നവരുണ്ട്. കമൻറ്റ് ബോക്സിനകത്തും വളരെ മോശമായ രീതിയിൽ മാന്യത വിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. പലരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്, ട്രോൾ ചെയ്യുന്നവരുണ്ട്. സോഷ്യൽ മീഡിയ ആണ്. നിങ്ങളുടെ എൻറ്റയർ ലൈഫ് നിങ്ങൾ അവിടെ വന്ന് എക്സ്പോസ്ഡ് ആക്കി കളയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവുമ്പോൾ ദീസ് ഓൾ ഹാപ്പൻസ്. ഓക്കെ, പിന്നെ അതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടത് നിങ്ങൾക്ക് എടുക്കണം. ദാറ്റ്സ് അപ് ടു യു. എൻ്റെ കാര്യം എനിക്ക് പറയാം, ബാക്കിയുള്ളവർ പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ്, അധികം ഈ പറഞ്ഞ മാതിരി ഒരാളെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കളിയാക്കേണ്ട സമയത്ത് ആണെങ്കിൽ ചുമ്മാ ഫണ്ടിന് കളിയാക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പം അങ്ങനത്തെ ഒരു സീനിൽ
ബാക്കിയുള്ളവർ ചിലപ്പോൾ ഒരു എക്സ്ട്രീം ലൈനിൽ പോയിട്ട് ഒരു എക്സ്ട്രീം എൻഡിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിൽ ഗെറ്റ് പണിഷ്ഡ്, അതിലൊന്നും പറയാനൊന്നുമില്ല. അല്ല നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം കട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും പാടില്ല എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. എൻ്റെ കാര്യം എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. എന്താണെങ്കിലും ഈ ഒരു സെറ്റപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും ദിവസം എലിസബത്ത് ഇവിടെ ഈ വ്യക്തിക്കെതിരെ വീഡിയോസ് ഇടുന്നുണ്ട്, കുറേ അലിഗേഷൻസ് പറയുന്നുണ്ട്. അതിലൊന്നും ഈ വ്യക്തിക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വ്യക്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയും എലിസബത്തും കൂടി ആയിരിക്കാം കേസിൻ്റെ കാര്യത്തിന് പിന്നെ വരേണ്ടതും പോകേണ്ടതും. അത് അവർ തമ്മിലുള്ളൊരു ക്ലാഷായി മാറും. ഈ വ്യക്തി പല സാഹചര്യങ്ങളും ഇങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യാറ്. ഓക്കെ, ഇങ്ങനെ ഇറങ്ങുന്നതിന് പകരം ഒപ്പമുള്ള ആളെ പിടിച്ചിറക്കും. ലേഡിയാണ്, വൈഫാണ്, പിടിച്ചിറക്കി. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ലേഡീനെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതും. ഇതിപ്പോൾ ചെഗുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ തൂക്കം കൊണ്ടുപോയ സമയത്ത് ഭാര്യനെ കൊണ്ടുപോയപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ ഒക്കെ സംഗതികൾ ഇങ്ങനെ മെല്ലെ ആളുകൾ അറിഞ്ഞു തുടങ്ങി, ഇല്ലെങ്കിൽ കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടിത്തുടങ്ങി, ഒരു ലെവലിൽ നിന്ന് കാര്യങ്ങൾ പോകാൻ തുടങ്ങി. എലിസബത്ത് വീഡിയോട്ട് പല കാര്യങ്ങളും വിളിച്ച് പറയുന്നതിൻ്റെ പേരൊക്കെ എടുത്ത് പലരുടെ പേരും പറഞ്ഞ് പല സ്ഥലങ്ങളും പറഞ്ഞ ഇൻസിഡൻസും കൃത്യം പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് തിങ്സ് ഡൈവേർട്ട് ചെയ്യണം. കൃത്യമായിട്ട് വൈഫിനെ വിളിച്ചു കൊണ്ടുവന്നു, കേസ് കൊടുപ്പിച്ചു, വൈഫിനെ കൊണ്ട് ആദ്യം വീഡിയോ എടുപ്പിച്ചു. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ ഫോർമുലയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. റൈറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് വക്കീൽ, ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഹസ്ബൻഡ്, ഫ്രണ്ടിൽ വൈഫ് നിൽക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ വൈഫ് അല്ല പറയുന്നത്, ബാക്കിൽ നിന്ന് മെജോറിറ്റി കാര്യങ്ങളും പറയുന്നത് ഹസ്ബൻഡും ഈ പറഞ്ഞ വക്കീലും തന്നെയാണ്. സോ ഗിമിക്കാണ്, വേറെ അല്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ஒரு சேனலில் ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்ணுறாங்க. ஒரு பேஷண்ட்டு நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ எனக்கு തിരിച്ച് ജീവൻ ദൈവം കൊടുത്താ இப்போ அந்த ജീവനെ എടുக்கிறதுக்காக ശ്രമിக்கிறீங்களா? நான் നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുമോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമോ? അത് നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ അത് എനിക്കിட்ட റെക്കോർഡ് இருக்குது. അന്നേ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കேன், അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കും, എല്ലാം കാണിച്ചു കൊടുത്തില്ല. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു, പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അതായത് ഇത് കൃത്യമായി ഗോകുല പറഞ്ഞിട്ടുണ്ട് വീഡിയോനകത്ത്. അവിടെ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടായി, വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആ കുട്ടി വേറൊരു കാര്യത്തിന് ശ്രമിച്ചതോട് കൂടിയിട്ട് പോലീസുകാരെ അറിയിച്ചു. പോലീസുകാർ അങ്ങേരുടെ രാജ്യം, ഞാൻ അവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ, ചെന്നൈ എൻ്റെ രാജ്യം, ഞാൻ രാജാവ് എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ അടിമകളായ പോലീസുകാർ നിങ്ങൾക്ക് വന്ന് ചമച്ചപ്പണിയിലേ എടുക്കൂ. ആരാണോ ആ പ്രവൃത്തിക്ക് വേണ്ടി ശ്രമിച്ചത് അയാളെ പിടിച്ച് ഞെട്ടിച്ച് വിടും എന്നുള്ള കാര്യം ഓബ്വിയസ് ഉറപ്പല്ലേ? ഇപ്പം ഇങ്ങനെ പറഞ്ഞതിൽ എന്താ ഉണ്ടായത്? പോലീസുകാർ വന്നിട്ട് എന്തിനാണ് ഇത് എന്തിനാണ് മനസ്സിലായി, എന്താണ് റീസൺ എന്നുള്ളത് ചോദിക്കണ്ടേ? അതല്ലേ നിയമം. ഒപ്പമുള്ള വക്കീലിനോടെങ്കിലും ചോദിച്ചു നോക്കണം എന്താ നിയമം, മനസ്സിലായ? കൊള്ളാം, എന്തായാലും ബാക്കിയോടെ കാണാം. അങ്ങനെയൊക്കെ ഉണ്ടാവും സംഭവം, അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലയിൻറ്റ്, അതും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യും. ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യൻറ്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയിലാണ് അന്ന് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, മെൻ്റലി അൺസ്റ്റേബിൾ. വക്കീൽ അവിടുന്ന് മെല്ലെ നൈസായിട്ട് കൈകൊണ്ട് കുറച്ച് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുള്ള വക്കീൽ. കാരണം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയാണ് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയാൽ കയ്യിൽ നിന്ന് പോകും. പിന്നെ ആരെ പ്ലാനിലും ഇങ്ങനെ നിൽക്കില്ല. ഇങ്ങനെ മറ്റേ സ്പെഷ്യലായിട്ട് ഇങ്ങനെ എന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ഈ സെൻറ്റിമെൻറ്റ്സിൽ പൊതിഞ്ഞ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി എന്താ പറയുക, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആറാട്ടെണ്ണനെ മരുന്നൊക്കെ വിളിച്ച് പൊക്കിപ്പിടിച്ച് ഇപ്പം എന്താ ആറാട്ടേണ്ട അവസ്ഥ? അയാൾ പറഞ്ഞാൽ ഒരാളും ഒന്നും വിശ്വസിക്കാത്തൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കാരണം ഇയാളാണ്, ഈ മനുഷ്യനാണ്. ഇയാളോട് ഞാനത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ന് കാണിച്ച മോശമാണ്, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വൃത്തികേടാണ്. ഒരാളെ ലൈഫ് മൊത്തം ഇപ്പം ആറാട്ടെണ്ണം പുറത്തിറങ്ങി നടക്കുമ്പോൾ അയാളെന്താ എല്ലാവരും പറയുന്നത്? മാനസിക രോഗി. കാരണം ആരാ? ഇയാളാണ്. ഇയാൾക്ക് അന്ന് ഇയാളുടെ കേസ് ജയിക്കേണ്ടിയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? ആറാട്ടെണ്ണം എന്തെങ്കിലും ഇയാൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതാരും എടുക്കാതിരിക്കാനും
ആ ക്ലെയിം നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇയാൾ ആ മരുന്ന് നോക്കി പിടിച്ചിട്ട് ഇയാൾക്ക് മാനസികമാണെന്ന് പറഞ്ഞത്. സെയിം തിങ്. മനസ്സിലായത്? ഈ ഫോർമുല, ഈ ഫോർമാറ്റ്, ദിസ് ഈസ് ദ സെയിം. സമുദായത്തിൽ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്, എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണെയും 60 വയസ്സ് മേലെ അമ്മമാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. എന്താ ഇത്? അസിംഗല്ല. ഒരു അമ്മമ്മ പ്രായത്തിൽ ഒക്കെ എനിക്ക് സെക്ഷുവലി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? അല്ല മെൻ്റൽ പേഷ്യൻ്റ് സംസാരിക്കുമോ? സൊസൈറ്റിയിൽ വയലൻസ് വരുന്നത് ഫസ്റ്റ് മനസ്സിലാക്കണം. അടുത്തവൻ്റെ ഫാമിലിയിൽ കയറി പോകുമ്പോഴാണ്, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി പോകുമ്പോൾ പേഴ്സണൽ ആകുന്നത് அந்த ഇഷ്യൂസ്. ഇപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്, നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ, എൻ്റെ ഭാര്യയെ എടി വാടിയും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യയെ കെട്ടിയവരെ എടി വാടിനി ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചവിട്ടി അടിക്കും. പക്ഷേ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിരിക്കുന്നു വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഒരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിളായിരിക്കും. ഞങ്ങൾ ജയിച്ചിരിക്കും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. മണി അബ്സല്യൂട്ട്ലി മണി, സാമ്പത്തിക ലക്ഷ്യം അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്തവൻ സ്വത്ത് ആശപ്പെട്ടാണുള്ളത്. പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റ് കാശ് ശരി കൂടെ ഒരു 25 ലക്ഷം താ, ഒരു 50 ലക്ഷം താ சொல்லிட்டு ഗ്യാങ് സ്പ്ലിറ്റ് பண்ணிக்கிறது. ചത്താലും കൊടുക്കില്ല, ഒരു പൈസ കൊടുക്കില്ല. അത് കൊടുക്കണ്ട. ഒരു പൈസ എന്തിനാ വേറെ ഉള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ത്രട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ ഒന്നും കൊടുക്കരുത്, അത് വേറെ സീൻ. പക്ഷെ ആര് ത്രട്ടൻ ചെയ്യൂടെ? അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇങ്ങനെ കയറി ആരെങ്കിലും ത്രട്ടൻ ചെയ്താലോ, ഇങ്ങനോട് ആരെങ്കിലും കയറി കാശ് ചോദിച്ചാലോ, ഇങ്ങനെ ആ സ്പോട്ടിൽ ഈ സാധനം എടുത്തിട്ട് അപ്പോഴേ വീഡിയോ ആക്കിയിട്ടുണ്ടാവും. മനസ്സിലായോ? പിന്നെ ഇനി വേറൊരു കാര്യം ഇതിനകത്ത്, ഇതിൻ്റെ ഒരു ഡയമെൻഷൻ തിരിച്ചു വിടുകയാണ്. ആദ്യം ഈ പറഞ്ഞ പോലെ വൈഫ് ആ ഒരു എലമെൻറ്റ് വന്നു. ഇപ്പോൾ സ്ത്രീ എന്നുള്ളൊരു എലമെൻറ്റ് കയറി വന്നു. ഒരു സ്ത്രീക്കെതിരെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സീനാകുമ്പോൾ ഇയാൾക്ക് ഇതിന് മുമ്പ് അമൃതയായിട്ടുള്ള സീൻ, ഈ സ്ത്രീ പുരുഷനുള്ള സംഗതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇടിവ് വന്നു ഈ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം സ്ത്രീയും പുരുഷനും വേണ്ട, സ്ത്രീയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വൈഫിനെ കയറ്റി നിർത്തിയതും കേസ് കൊടുത്തതും വീഡിയോ എടുപ്പിച്ചതും പരിപാടികളിലേക്ക് കൊണ്ടുവന്ന് നിർത്തിവെച്ചത്. ഇനി ഇതിന് വേറൊരു ഡയമെൻഷനും വേറൊരു ആംഗിളും കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റുള്ള ആൾക്ക് മാനസികമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ ഇതിന് മുമ്പ് ചെയ്തതോ പറ്റിച്ചതോ ആയിട്ടുള്ള കുറേ ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരും. ഇനി ചിലപ്പോൾ ഇതിൽ വട്ടിയൂർക്കാവ് അജിത്തിനെ പോലുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ചൊരു ആണിന് സ്വാതന്ത്ര്യമില്ല, ഒരാണിന് ജീവിച്ചൂടെ, ഒരാണിനെതിരെ പെണ്ണെന്നുകൊണ്ട് അവന്മാരൊക്കെ ഇറക്കി കൊണ്ടുവരാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇയാൾ ഇതിനിടയിൽ ഇനിയിപ്പോൾ ഈ പൈസയുടെ ആംഗിളും കൊണ്ടുവന്നിടുന്നു. ഇതൊക്കെ ഈ മനുഷ്യൻ, നിങ്ങൾ തന്നെ ഇയാളുടെ പാസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പാസ്റ്റിനകത്ത് ഇയാൾ ഇതൊക്കെ പയറ്റി തെളിഞ്ഞ കാര്യമാണ്. പിന്നെ വയലൻസിൻ്റെ കാര്യം ഇയാളുണ്ട്, ഇയാൾക്ക് അതിൻ്റെ പാസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ ഇയാൾക്ക് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? ഞാൻ വെരി അൺഫോർച്ചുനേറ്റ്ലി മീഡിയയുടെ മുന്നിൽ നിന്നാണ് ഇയാൾ നിന്ന് പറയുന്നതെന്നും പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഇയാൾ നിന്നത് പറയുമ്പോഴും നോ വൺ ക്വസ്റ്റ്യൻ ഹിം എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, ഒരാൾ പോലും അവിടെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. എന്താണെങ്കിലും ഇത് ഇയാൾ എങ്ങനെയായാലും ഈ പ്ലേറ്റ് മറിച്ചിടാൻ നോക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയായാലും ഇത് ബ്ലെയിം മൊത്തം എലിസബത്തിൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടാൻ നോക്കുന്നുള്ളത് ഉറപ്പായിരുന്നു എനിക്ക്. കേസാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്ത് ചീഞ്ഞ സാധനം എടുത്ത് മുന്നിൽ വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്താണെങ്കിലും എലിസബത്തിന്, ഞാൻ പറയുമ്പോൾ എലിസബത്തിന് ഇവിടെ ഒരു വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇവർ ഈ ചെയ്തതുകൊണ്ട് എലിസബത്ത് ശരിക്കും കേസ് കൊടുക്കാതിരുന്നത് നന്നായി. കാരണം ഈ കേസിന് അപ്പിയർ ചെയ്യുമ്പോൾ എലിസബത്തിന് ചോദിക്കാനുള്ളതും എലിസബത്തിന് പറയാനുള്ളതും കാണിക്കാനുള്ളതും ഒരു ചിലവുമില്ലാതെ അവിടെ ചെയ്യാം. മനസ്സിലായോ? കോടതി തീരുമാനിക്കട്ടെ. പൈസയ്ക്കും മണി പവറിനും മസിൽ പവറിനും വളയാത്ത നിയമം ഈ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ വ്യവസ്ഥ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് തീരുമാനം കിട്ടും. ഓക്കെ, പിന്നെ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങൾ വിശ്വസിക്കുമെന്നാണ് അങ്ങേര് ചോദിച്ചത്. ഇവിടുത്തെ ചില മീഡിയക്കാർക്ക് നട്ടലിന് വരെ വാഴപ്പിണ്ടി ഇരിക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും അവർ പുറത്ത് വിടാഞ്ഞതും ഇപ്പോഴും അവർക്ക് അറിഞ്ഞിട്ടും വിടാൻ പറ്റാത്തതും അങ്ങനെയൊക്കെ സംഗതികൾ കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങൊന്നും ഞാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇവിടുത്തെ മീഡിയാസിൻ്റെ എന്താ പറയുക കയ്യിലിരിപ്പും, ഇവിടുത്തെ മീഡിയാസിൻ്റെ പൂഴ്ത്തിവെക്കൽ പ്രക്രിയയിലും, പിന്നെ ഇവിടുത്തെ മീഡിയാസിൻ്റെ അതൊക്കെ വിറ്റ് കാശാക്കുന്ന പ്രക്രിയയിലും മൂടിപ്പോയ കുറേ സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഈ ലൈക്ക് പബ്ലിക്കിന് മുന്നിൽ ഇയാളിതിങ്ങനെ
എന്താ പറയുക, ഒരു ശ്രീരാമതുല്യനായിട്ടൊക്കെ നിന്ന് സംസാരിക്കും. അങ്ങനെയാണല്ലോ നമ്മളെ എപ്പിക്ക് എടുത്ത് നോക്കിക്കുക, ശ്രീരാമനാണല്ലോ ഏറ്റവും വലിയ മാന്യനായിട്ടുള്ള പുരുഷൻ. അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കിത് കേൾക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഫോർ മീ വിശ്വസിക്കാൻ ഭയങ്കര പാടുണ്ട്. അത് ഞാനെവിടെയും ഈ പി പറഞ്ഞ പോലെ ഇനി നമുക്ക് വിശ്വാസമാവുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര മതി. ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് താല്പര്യമില്ല വിശ്വസിക്കാൻ. അത്ര ക്ലീൻ ചീട്ടാന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാനും ക്ലീൻ ചീട്ടൊന്നുമല്ല, ആരും അവനെ ക്ലീൻ ചീട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായ ബോധവും ബുദ്ധിയും വേണം. നമ്മൾ എന്ത് കർമ്മങ്ങളാണ് നമ്മളെ പാസ്റ്റിൽ ചെയ്തു വെച്ചത്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ കർമ്മങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ സെൽഫ് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാത്ത സാഹചര്യങ്ങളിൽ അതൊക്കെ മറന്നിട്ട് അല്ലെങ്കിൽ ആ ചെയ്തതൊക്കെ ശരികളാണെന്നൊക്കെ വിചാരിച്ച് പോകുന്ന ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തെ ആളുകളെ കാണുന്ന സമയത്ത് ഒരു മുഖം മൂടി മുന്നിൽ വെച്ചിട്ട് മിസ്റ്റർ ക്ലീൻ ഫേസിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഐ ഹോപ്പ് എലിസബത്ത് സ്ട്രോങ് ആയിട്ടിരിക്കും. അവർ ബാക്കി കാര്യങ്ങൾ ഇതേപോലെ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് വരും. കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതൊക്കെ അവർ പറയുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോട്ട്. പിന്നെ സേഫായിട്ട് ഇരിക്കുക, അത്രേ പറയാനുള്ളൂ അവരോടൊക്കെ. കാരണം ഏത് എക്സ്ട്രീം വരെയും പോകാൻ പറ്റുന്ന ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. സോ അതിൽ സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഫൈൻ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ചീഞ്ഞ കവർ ഇങ്ങനെ സൈഡിൽ കൂടി പോയിട്ടേ ഉള്ളൂ. ഈ ഒരു ഇൻസിഡൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചീഞ്ഞ സാധനം നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത് നമുക്ക് കാണാം. അപ്പം അത് ചീഞ്ഞ് മണക്കും. അതായത് ഇതിൻ്റെ സെക്കൻഡ് ഫേസ്, ഇതിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മളെ തലയ്ക്ക് വാരി എറിയും. അതാണ് എൻ്റെ ഒരു എക്സ്ട്രീം ഫേസ്. എന്താണ് ഈ ലൂപ്പ് കണ്ടിന്യൂസ്.